ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പടം വരയ്ക്കാനൊന്നും അറിഞ്ഞൂടാത്ത ആർക്ക് വേണോ ഈസി ആയിട്ട് പടം വരയ്ക്കാൻ പറ്റും കേട്ടോ. ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ ഞാൻ ഈ ബുക്കിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പർ കീറിയെടുത്തേക്കാണ്. ഇത് ഈ കാണുന്ന കുഞ്ഞ് താറാവാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ജസ്റ്റ് ആ പേപ്പർ ഈ താറാവിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, തെളിഞ്ഞു വരും താറാവ്. അപ്പം ഇതിൽ മൊബൈൽ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ആ താറാവ് തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റാത്തത് കേട്ടോ. ക്ഷമിക്കണേ. അപ്പം ഇങ്ങനെ താറാവ് തെളിഞ്ഞു വരും. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്താൽ മതി. നമുക്കിങ്ങനെ ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ അപ്സരയുടെ പുതിയ ക്രയോണാണ് കേട്ടോ ഒരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചാണ് കളർ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് മഞ്ഞ നിറം കൊടുക്കുന്നു. പിന്നെ ചുണ്ടിന് ഓറഞ്ചും കണ്ണിന് കറുത്ത നിറമാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ മഞ്ഞ കളറൊക്കെ എടുത്ത് ക്രയോൺ എടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണോ ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കളർ അടിക്കാൻ പോവുകയാണേ. പിന്നെ ഞാൻ ഫുള്ള് കളർ അടിക്കുന്നതും കാണിക്കുന്നില്ല കേട്ടോ, ഒരുപാട് സമയം എടുക്കും. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണേ, അപ്പം ഞാനത് തിരുത്താൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇനി ഞാൻ ചുണ്ടിൽ ഓറഞ്ച് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ക്രയോണൊക്കെ വെച്ച് കളർ അടിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും ക്രയോണൊക്കെ വെച്ച് കളർ അടിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. വലുതായി പോകുന്തോറും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചുണ്ടിൽ ഏകദേശം ഓറഞ്ച് കളറൊക്കെ നല്ലപോലെ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കറുപ്പ് കളറാണ് കണ്ണിലടയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളും അങ്ങ് കറുപ്പ് അടിച്ച് കൊടുത്തേക്കാം കണ്ണിന്. ചെറിയ വെള്ള കളർ ഗ്യാപ്പ് ഇടുമല്ലോ, അത് ഞാൻ ചെയ്യുന്നില്ല, ഫുള്ള് കറുപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡക്ക് വരഞ്ഞത്. ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് വരച്ചൊക്കെ കൊടുത്തേ. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നമുക്ക് ഏതാണോ അതിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് നീളത്തിൽ ഇതേപോലെ ഒരു പീസ് വയ്ക്കുക. എന്നിട്ടിങ്ങനെ മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കണ്ടോ. നല്ല എളുപ്പമല്ലേ? നമുക്ക് ഇത് ബുക്ക് മാർക്കായിട്ട് ഇനി ബുക്കിൽ വെച്ച് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ബൈബിളിലാണ് വയ്ക്കുന്നത്. ഞാൻ കൂടുതലും ബൈബിളാണ് ഡെയിലി വായിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത്.